ആദിലെ നൂറയും നെവിനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ആദില പറയുന്നുണ്ട് എനിക്കൊരു ഇല്ല് കൂടുതലായതുകൊണ്ട് പിന്നെ ബാക്കി മ്യൂട്ടാണ്. അപ്പം നൂറ പറയുന്നുണ്ട് ശാരിയ ചേച്ചി കേൾക്കണ്ട, പറയരുത് കേട്ടോ, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് നെവിനോടാണ്. നെവിൻ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്തോ ശാരിയെ പറ്റിയാണ് ആദില പറഞ്ഞത്. ആദില നൂറ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും നൂറ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. മോളെന്തിനാ ശാരിയ ചേച്ചി കേൾക്കണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. അപ്പം നെവിൻ പറയുന്നുണ്ടില്ല, ഞാൻ പറയില്ല. എനിക്ക് ഓൾറെഡി അവരുമായിട്ട് എന്തോ ഇതുണ്ട്, അവർ എന്നോട് എന്തോ വല്ലാതെ പെരുമാറുന്നു. ഞാനത് ഓക്കെ ആക്കാൻ നോക്കുക, നീ അതിൻ്റെ ഇടയിൽ ഇതുകൂടെ കൊണ്ട് ഇട്ട് കൊടുക്കല്ലേ. നിൻ്റെ അടുത്ത് നന്നായിട്ടുണ്ട്, മാറി നിൽക്കുക അങ്ങോട്ടേക്ക്. ഇല്ല, ഇട്ട് കൊടുക്കില്ല, ഞാൻ എന്തായാലും ഇത് ശാരികയോട് പറയാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട് നെവിന്. നീ ആരടുത്തും പറയല്ലേ. ഞാൻ ആരടുത്തും പറയത്തില്ല, ശൈത്യക്കൊക്കെ അറിയാം, നീ പറയല്ലേ എന്ന് പറയുന്നുണ്ട് വീണ്ടും ആദില. ഞാൻ പറയില്ലെന്ന് നെവിനും പറയുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ മേക്കെട്ട് കയറാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയുന്നുണ്ട് നെവിന്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ നേരെ വരാറുണ്ടോ? നിന്നോട് എനിക്ക് സ്നേഹമല്ലേ ഉള്ളൂ. വീട്ടിലേക്ക് തിരിച്ച് വന്ന സമയം മുതൽ ആദിലയും ശാരികയും കൂടെ ചേരുന്നില്ല. ആദിലയെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ശാരിക. ആദില സ്നേഹമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് അടുക്കുന്നില്ല. ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ആദില ശാരികയെ പറ്റി പറഞ്ഞ വല്ല വീഡിയോസും ശാരിക വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം കണ്ടു കാണുമായിരിക്കും. എന്തായാലും ഇന്നലെ 2-3 പ്രാവശ്യം ആതിരയോട് ഉടക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ തമാശ പറഞ്ഞതാണ്, പക്ഷെ നൂറയോടും ഭയങ്കര കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് ശാരിക. ഇപ്പം ശാരികയെ പറ്റി എന്തോ പറഞ്ഞത് നെവിൻ അത് കേട്ടു. നെവിൻ ഇനി അത് എന്ന് ശാരികയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്നുള്ളൊരു പേടിയാണ് അതിലേക്ക്. സാധാരണ നിലയിൽ നെവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതേപടി അവിടെ ചെന്ന് പറയുകയും ചെയ്യും. നെവിൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, രണ്ടുപേരെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഞാൻ വെറുതെ വിട്ട് കളയാറില്ല. ഇത് നെവിൻ തന്നെ പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ്.